ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ 3 കോടി മനുഷ്യർ എന്താ വിചാരിക്കുക? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ വിചാരിക്കുക? അതിനെയല്ലേ വഞ്ചിക്കുന്നത്? അതിനോട് നേർത്തിയല്ലേ ഈ അപഹാസം നടത്തുന്നത്? അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് മുണ്ടക്കൈ ചൂരൽമലയെ കുറിച്ച് പറയാതിരുന്നത് എന്നുള്ളത് തർക്കമില്ല. വയനാടിന് 2000 കോടി രൂപ വേണം, ഒരു പാക്കേജ് വേണം. കേരളത്തിന് വരുമാനത്തിന് ഫെയർ ഷെയറിനകത്ത് കുറവ് വരുന്നത് കൊണ്ട് 24,000 കോടി രൂപയുടെ പാക്കേജ് വേണം. 24,000 അല്ലേ, ഞങ്ങൾ 12 തരുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 5,000 തരുള്ളൂ എന്ന് പറയാലോ. മിണ്ടുന്നില്ല. ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ ധനമന്ത്രി എന്താ പറയുക? ഇതൊന്നും പരിഗണിച്ചില്ല എന്നല്ലേ പറയേണ്ടത് പത്രക്കാരുടെ. അത്തരം ഒരു വാർത്താ സമ്മേളനത്തിന്റെ വാർത്തയെ, ഒരു പ്രസ് ബ്രീഫിങ്ങിനെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന ഹെഡിട്ട് കാർഡ് പ്രചരിപ്പിച്ച് ഒരു വാർത്ത ചെയ്യുന്നത് അതിൽ പരം അശ്ലീലം, അതിൽ പരം ഒരു വൃത്തികേട്, അതിനപ്പുറം ഞാനിവിടെ പറയുന്നില്ല. കേരള വിരുദ്ധതയുടെ അങ്ങേ അറ്റമാണ് മനോരമ ഇന്നലെ കാണിച്ചത്. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബാലഗോപാലിന്റെ വാർത്തയെ ചിത്രീകരിച്ചത്. കേരളത്തിന് കിട്ടിയത് തൃപ്തിയാവാഞ്ഞിട്ടാണോ പറയുന്നത്? ആരുടെയും തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരാനല്ല പറയണത്. അത് പട്ടിണിയുള്ള സ്ഥലത്ത് കുറച്ച് കൊടുത്തോളൂ, പക്ഷെ ഞങ്ങളുടെ ഫെയർ ഷെയർ നിങ്ങൾ ദുരന്തമുണ്ടായ മണ്ണിനടിപ്പെട്ട് ചത്തുപോയി കഴിഞ്ഞാൽ, ഇടിവെട്ടി ചത്തു കഴിഞ്ഞാലും അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അടുത്ത 2 കൊല്ലത്തേക്ക് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് കാണുന്നത് മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷനുമാണ്. അതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അലക്ഷണമൊത്ത ഉദാഹരണമാണ്. അതാണ് ഈ പ്രതിരോധം ഉയർന്നു വരാതിരിക്കേണ്ടത്. അതിനെ മറികടക്കണം, രാഷ്ട്രീയമായിട്ട് മറികടക്കണം. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം. വയനാടിന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനോട് കേന്ദ്ര സർക്കാർ, യൂണിയൻ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം വളരെ വിവേചനപരമാണ് എന്നുള്ളത് തുടക്കം മുതൽ മുമ്പ് പറയുന്നത്. ഇതിനകത്ത് അതിനൊക്കെ ഒരു തുടർച്ചയുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു തീവ്ര ദുരന്തമാണ് എന്ന് പ്രഖ്യാപിക്കണം, നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത് എല്ലാ പോളിസി മേക്കേഴ്സും എല്ലാ അസംബ്ലികളിലും പാർലമെൻറ്റും പറയുന്ന പദപ്രയോഗമാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത മെമ്മോറണ്ടത്തിൽ ഈ മാനദണ്ഡ പ്രകാരമുള്ള ലെവൽ 3 ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്നിട്ട് പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും പറഞ്ഞു. അമിത്ഷാ എന്താണ് പറയാൻ ശ്രമിച്ചത്? അമിത്ഷാ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ല, ഈ നാഷണൽ കലാമിറ്റി എന്ന് പറയുന്നൊരു സംഭവം. ഇങ്ങനെ ട്രിവിയലൈസ് ചെയ്യേണ്ട ഒരു സംഗതിയാണോ അവിടെ സംഭവിച്ചത്? ഇങ്ങനെ ട്രിവിയലൈസ്, ഇത്തരത്തിൽ ഒരു തീവ്രമായ ഉരുൾപൊട്ടൽ, അങ്ങനത്തെ ഒരു ലാൻഡ് സ്ലൈഡ് ഇന്ത്യ തന്നെ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം വലിപ്പമുള്ള ഡെബ്രിസ് ഫ്ലോ, ഒഴുക്കാണ്. മണ്ണും മരവും കല്ലും എല്ലാം കൂടി ഒലിച്ചിറങ്ങിയത്. ഇന്ത്യയിൽ ഇതേവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെബ്രിസ് ഫ്ലോ സംഭവിച്ചൊരു സ്ഥലമാണ്. നാടൊലിച്ചു പോവുകയാണ്. കേരളത്തിന് അനുഭവമില്ല. അതിനോട് അപഹാസം നിറഞ്ഞ അനുഭവമല്ലേ ഇവർ പുലർത്തിയത്? ഇതല്ലേ ഇപ്പോൾ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ബജറ്റിന് ശേഷവും ആവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ ചെലവ് ചെയ്യൂ എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ദുരന്തം നടന്ന് ഇത്രയും വലിയ ദുരന്തമാണ്. 2 ഗ്രാമങ്ങളിലെ അപ്പാടെയുള്ള മനുഷ്യരെ, 1100 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നൊരു ദുരന്തം. ആ 30-ാം പൊക്കം അവർക്ക് ഇൻഡിപെൻഡൻറ്റ് വീടുകളിലേക്ക് മാറ്റാൻ, റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുനരധിവാസ പരിപാടി, താൽക്കാലിക പുനരധിവാസ പരിപാടി എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റും? എന്ത് ചെലവ് ചെയ്തില്ലെന്നാണ് ഈ പറയുന്നത്? രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കേരളത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നല്ലേ. കോടതിയിൽ പൊളിഞ്ഞില്ലേ? നമുക്ക് എത്രയാണ് ചെലവഴിക്കാൻ പറ്റുന്നത് ഇതിനകത്ത്? കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി തെച്ചിരിക്കുന്ന കാശെടുത്ത് നിങ്ങൾ ചെലവഴിച്ചോന്നല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊന്നും തരാൻ പോകുന്നില്ല എന്നുള്ളതല്ലേ. അവസാനം നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ കാലം അത്രയും 2008 മുതൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ ചാർജൊക്കെ തൽക്കാലത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 200 കോടി രൂപ ഒത്തി മിച്ചം കാണും. അത് അംഗീകരിക്കേണ്ടി വന്നില്ലേ? കോടതിയിൽ വന്നിട്ട് അംഗീകരിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ കേരളത്തോട് ഒരു ദുരന്തമുഖത്തും അതിഭീകരമായ വിവേചനത്തിൽ ക്രൂരമായ സമീപനമാണ് കാണിക്കുന്നത്. എന്തിനാണ് ഈ രാഷ്ട്രീയ ശത്രുത കാണിക്കുന്നത്? കേരളം എന്താ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള സ്ഥലമാണോ? അവിടുത്തെ മനുഷ്യർ അത് BJP-ക്കാരില്ലേ? ഇന്ന് അതിനകത്ത് RSS-കാരില്ലേ? അതിനകത്ത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ മാത്രമാണോ ഉള്ളത്? അപ്പോൾ ബജറ്റ് പ്രസംഗത്തിനകത്ത് പല സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ ബജറ്റുമായിട്ട് സഹകരിച്ച് കുറേ കാലം പ്രവർത്തിച്ച ഒരാളാണ്. നമ്മൾ ചിലപ്പോൾ അലൊക്കേഷൻസ് കൃത്യമായി വെക്കുന്നതും വെക്കാത്തതുമായിട്ടുള്ള ഡിക്ലറേഷൻസ് വരും.
പക്ഷേ ബജറ്റ് ബജറ്റ് പ്രസംഗം ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, ഒരു രാഷ്ട്രീയ നയപ്രഖ്യാപനം കൂടിയാണ്. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും പറയണ്ടേന്ന് കേരളം ഇങ്ങനത്തെ ഒരു ദുരന്തം നേരിട്ടിട്ടുണ്ട്, ഞങ്ങളതിന് സഹായിക്കുമെന്ന്. അലൊക്കേഷൻസ് നിങ്ങൾ SDRF-ലും NDRF-ലും വെച്ചിട്ടുള്ള തുകയെന്ന് കൊടുക്ക്, അത് ആലോചിക്കുക, ചെയ്യ്. ഇത് മര്യാദയല്ലേ? ഇതിവിടെ മരിച്ചുപോയ മനുഷ്യരോട് ഇപ്പോഴും പേരറിയാത്ത ജനിതക കോഡുകൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് ആ പറമ്പിൽ കിടക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന ഒരുതരം ദുഷ്ടത്തിൽ ഇത് ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വെച്ചാണ് ന്യായീകരിക്കുന്നത്? ഞാൻ പറഞ്ഞ അലൊക്കേഷൻസ് NDRF-ൽ നിന്ന് നിങ്ങൾ കൊടുക്കാൻ പറ്റും, ശരി, സമ്മതിച്ചു, അങ്ങനെ ചെയ്യാം. പക്ഷെ റെക്കഗ്നിഷൻ വേണ്ടേ? കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞത്, നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ 3 കോടി മനുഷ്യർ എന്താ വിചാരിക്കുക? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ വിചാരിക്കുക? അതിനെയല്ലേ വഞ്ചിക്കുന്നത്? അതിനോട് നേരത്തെയല്ലേ ഈ അപഹാസം നടത്തുന്നത്? അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് മുണ്ടക്കൈ ചൂരൽമലയെക്കുറിച്ച് പറയാതിരുന്നത് എന്നുള്ളത് തർക്കമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ അത് ശരിയാവണ്ണം തന്നെ പ്രതികരിക്കും, അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മനോരമയുടെ ന്യൂസ് മേക്കറായിട്ട് സുരേഷ് ഗോപി വന്നതിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് നന്മകളും രാഷ്ട്രീയമായ ശരികളുമല്ല, വളരെ പ്രതിനായക സ്വഭാവമുള്ള രീതികളും ആഘോഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ന്യൂസ് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാരാണ് ന്യൂസ് ഉണ്ടാക്കുന്നത്? ഈ പത്രങ്ങളല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പൊതുബോധ നിർമ്മിതിയുടെ ഈ ഫലമായിട്ടാണ് ഇതുണ്ടാവുന്നത്. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ, എഡിറ്റർ ലെവലിലൊക്കെയുള്ള ആളുകൾ ആലോചിക്കേണ്ട ഒരു സാധനമാണ്. കേരളത്തിന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയുടെ അടിസ്ഥാന കാരണം യൂണിയൻ സർക്കാരിൻ്റെ വിവേചനമാണ് എന്ന് വൈകിയാണെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. മനോരമ എഡിറ്റോറിയൽ എഴുതുന്നു, മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതുന്നു, കേരളകൗമുദി പോലും എഴുതുന്നു. കേരളകൗമുദിയാണല്ലോ ഏറ്റവും ഒരു ബേസ് ലൈൻ എടുത്ത് കഴിഞ്ഞാൽ ഇമാതിരി അതപ്പറിച്ച് വേറൊരു പത്രം ഉണ്ടാവില്ല. മനോരമ ജനറ്റിക്കായിട്ട് അങ്ങനെയാണ്, പക്ഷേ കേരളകൗമുദി അങ്ങനല്ല. അപ്പോൾ ഈ അതപ്പറിച്ചൊരു അവർ പോലും പറയും. അപ്പോൾ എന്തുകൊണ്ടാണിത് ഇതിനെതിരെ വലിയൊരു സമര പോരാട്ടം ഉയർന്നു വരാത്തത്? ഒറ്റ കാര്യമുള്ളൂ, എന്താണെന്നറിയാമോ? കേരളം നേരിടുന്ന ഈ തരം വിവേചനങ്ങൾ ജോർജ് കുര്യൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് അത്ര വലിയ ദുർബലാവസ്ഥയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊരു പൊതുബോധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല, നിങ്ങൾ ഔദാര്യമാണ് ചോദിക്കുന്നത് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയ ആഖ്യാനങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നെല്ല് സംഭരണ പദ്ധതി കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് മനോരമയും മാതൃഭൂമിയും മറ്റ് മാധ്യമങ്ങളും എഴുതുന്നൊരു രീതി എന്താണ്? നെല്ല് സംഭരിക്കും. ആരെങ്കിലും കേരളത്തിൻ്റെ പൊതുബോധത്തിലുണ്ടോ നെല്ല് സംഭരണത്തിന് 1200 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് കുടിച്ചു തരാനുണ്ടെന്ന്? അപ്പോൾ ചോദിക്കുക, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ എന്തിനാണ് ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്നത്? നിങ്ങൾ കൊടുത്താൽ പോരെ? അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നും അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കേന്ദ്രം തീരുമാനിക്കുന്ന സപ്പോർട്ട് പ്രൈസിന് മേളിൽ 1 രൂപയും കൊടുക്കുന്നില്ല എന്നും കേരളം അത് കൊടുക്കുന്നുണ്ടോ എന്നും ആർക്കെങ്കിലും അറിയാവോ? അപ്പോൾ അവർ കൊടുക്കേണ്ട ആ പൈസ അതെന്തോ ഔദാര്യമായിട്ടാണ്, നമ്മുടെ അവകാശമായിട്ടല്ല. ഇവിടുന്ന് കൂടി പിരിക്കുന്ന പണത്തിൻ്റെ വിഹിതമായിട്ടുള്ളൊരു പദ്ധതിയാണത്. അത് കുടിശ്ശിക വരുത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ കേരളം അതിനെ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? അവിടെയും ഒരു ആഖ്യാനം നടത്തി. സുരേഷ് ഗോപി മാത്രമല്ല, RSSൻ്റെ കുറേയധികം കർഷക പ്രമാണിമാരിറങ്ങി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നെല്ലിൻ്റെ വില വായ്പയായിട്ടാണോ തരുന്നത് എന്നുള്ളതാണ്. വസ്തുത എന്താണ്? കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, അതിൻ്റെ പണം അവരാ കൊടുക്കേണ്ടത്. അത് 6 മാസം 12 മാസം വൈകും. അത്രയും നമ്മുടെ കർഷകർക്ക് വൈകിക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? പലിശ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത് ഈ ഇല്ലാത്ത ഖജനാവെന്ന് അതും പലിശ കൂടെ കൊടുത്ത് ബാങ്കുകളിൽ നിന്നും വായ്പ തരപ്പെടുത്തി കൊടുക്കും. എന്തിനാണ്? സമയത്ത് കിട്ടാൻ. ബാധ്യത അവർക്കുണ്ടോ? ഇല്ല, സംസ്ഥാന സർക്കാരിനാണ്. ഇത് ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ കേരളത്തിൽ ഈ സമഗ്രമായൊരു ബോധം നെല്ല് സംഭരണത്തെക്കുറിച്ചുണ്ടോ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ സമരം ഉയർന്നു വരിക? അപ്പോൾ വാർത്ത അവർ സ്പെസിഫിക്കായിട്ട് കൊടുക്കുന്നത് മാത്രമല്ല, ഡിസിൻഫർമേഷനും ഉണ്ട്. അതായത് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട്. ഈ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇറങ്ങുന്ന ഒരു സംഗതിയാണ് വേൾഡ് റിസ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അതൊരു പെർസെപ്ഷൻ സ്റ്റഡിയാണ്.
അതിനകത്ത് അടുത്ത 2 കൊല്ലത്തേക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട റിസ്ക് എന്ത്, അടുത്ത 1 ദശാബ്ദക്കാലത്തേക്കുള്ള പ്രധാനപ്പെട്ട റിസ്ക് എന്ത് എന്നുള്ളത് ഇങ്ങനെ അതിന് ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് 1 മുതൽ 10 വരെ എന്നുള്ളത്. അടുത്ത 2 കൊല്ലത്തേക്ക് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് കാണുന്നത് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷനുമാണ്. അതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ ലക്ഷണമൊത്ത ഉദാഹരണമാണ്. അതാണ് ഈ പ്രതിരോധം ഉയർന്നു വരാതിരിക്കേണ്ടത്. അതിനെ മറികടക്കണം, രാഷ്ട്രീയമായിട്ട് മറികടക്കണം. അതാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വം. മറികടക്കൽ സാധ്യമാകുമ്പോൾ ഈ ജയസൂര്യയൊക്കെ പോലുള്ള ആളുകളാണ് ഈ മാധ്യമങ്ങൾക്ക് സപ്പോർട്ടായിട്ടും ആ നെറേറ്റീവിനെ ഐക്കണായിട്ടും വരുന്നുള്ളൊരു പ്രതിസന്ധി കൂടിയില്ല. ഇല്ല, അത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ഉണ്ട്, അതോടൊപ്പം മനോരമ എന്നുള്ള പത്രമുണ്ട്, മാതൃഭൂമി എന്നുള്ള പത്രമുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നുക ഇത്തരം ഇവർ 14 1 മാസം വൈകി എന്നുള്ള വാർത്തയോടൊപ്പം അത് കൊടുക്കേണ്ടെന്നല്ല, അത് കൊടുക്കാം. അതോടൊപ്പം 1700 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഒരു കുടിശ്ശികയുണ്ട് എന്നുള്ളത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, വൈറ്റൽ ഇൻഫർമേഷൻ അല്ലേ? അത് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ മനുഷ്യരുടെ ഡെമോക്രാറ്റിക് ചോയ്സിനകത്ത് മാനിപ്പുലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ പത്രങ്ങൾ ചെയ്യുന്നത് വൈറ്റൽ ഇൻഫർമേഷൻസിനെ ഷീൽഡ് ചെയ്തുകൊണ്ടും തെറ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ടും മനുഷ്യരുടെ ചോയ്സ് എക്സർസൈസ് ചെയ്യുന്നതിനകത്ത് ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടല്ല, ജനാധിപത്യത്തിൻ്റെ വിനാശത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയർന്നു വരാത്തത് എന്ന് നമ്മൾ കാണണം. CD റേഷ്യോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിൽ കേരളം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി നമുക്ക് വായ്പ ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു, ഡിബേറ്റായിരുന്നു. കേരളത്തിന് ഫെയർ ഷെയർ കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ചർച്ചയാണോ? കേരളത്തിൻ്റെ പൊതുബോധത്തിലുള്ളതാണോ? ഇതുപോലെ എത്ര എണ്ണം എന്തുമാത്രം പദ്ധതികളിലുണ്ട്. അവിടെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഒരു നരേറ്റീവ്. നിങ്ങൾ പോയി ചെലവഴിച്ചിട്ട് വരൂ. ഏത് ചെലവഴിക്കുന്ന കാര്യമായി പറയുന്നത്? ഉച്ചഭക്ഷണ പദ്ധതിയുടെ അടങ്കലിനകത്ത് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന കുറവ് ഏതാണ്ട് 5000 കോടി രൂപയുടെ കുറവാണ്. 5000 കോടി രൂപയുടെ കുറവാണ് ഈ വർഷം വരുത്തിയിരിക്കുന്നത്. ഇവർ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ആളുകൾക്ക് പാചക തൊഴിലാളികളുണ്ടല്ലോ, 1 മാസം കൊടുക്കുന്ന കൂലി എത്രയെന്ന് അറിയാവും? 600 രൂപയാണ് ആ സ്കീമിനകത്ത്. 600 രൂപ. ഇങ്ങനെ കേന്ദ്ര സർക്കാർ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ പട്ടിണിക്കൂലിക്ക് പണിയെടുപ്പിച്ചാണ് നിരവധി സ്കീമുകൾ, അത് ഉച്ചഭക്ഷണ പദ്ധതിയാണെങ്കിലും വേണ്ടില്ല, അങ്കണവാടി ആണെങ്കിലും വേണ്ടില്ല, ആശാ വർക്കേഴ്സ് ആണെങ്കിലും വേണ്ടില്ല, അതെല്ലാം ചെയ്യുന്നത്. പക്ഷെ കേരളത്തിന് അങ്ങനെ കൊടുത്താൽ പോരാ. കേരളം ശരാശരി കൊടുക്കുന്നത് 12,600 കോടി രൂപയാണ് ഉച്ചഭക്ഷണം. പോരാ, അത് നമ്മൾ 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് വരുമാന ഇളവ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 600 രൂപ തൊഴിൽ 1 മാസത്തെ ജോലിക്ക് 6 മണിക്കൂർ ജോലി, 6 മണിക്കൂർ പ്രതിദിനം, 1 വർഷം, 1 മാസം ആ ജോലിക്ക് 600 രൂപ കൊടുക്കുന്നതാണ് ഇന്ത്യയുടെ സ്കീം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരുടെ ആനന്ദത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? എന്ത് ആനന്ദത്തെക്കുറിച്ചാണ് ഈ പ്രഖ്യാപിക്കുന്നത്? ഇതാണ് സ്ഥിതി. കേരളത്തിൻ്റെ ധനമന്ത്രി, കേരളം യൂണിയൻ സർക്കാരിൻ്റെ ബജറ്റിന് മുമ്പായിട്ട് ഏതൊരു സംസ്ഥാന സർക്കാരും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? നമ്മുടെ വിഴിഞ്ഞം വന്നു, എല്ലാവരും പറഞ്ഞു വളരെ സക്സസ്ഫുള്ളാണ്. ഇന്ത്യ സർക്കാരും അതല്ലേ പറയണേ, സക്സസ്ഫുള്ളായിട്ടാണ് മുന്നോട്ട് പോകണേ. പക്ഷേ ഇതിൻ്റെ ഗുണം ഇവിടെ പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് വേർഡ്സ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കണം, വേണ്ടേ? അതിന് 5000 കോടി രൂപ ആവശ്യപ്പെട്ടു. അന്യായമായിട്ടുള്ള സാധനമാണോ? എന്തെങ്കിലും അനീതി ഉണ്ടോ അതിനകത്ത്? വയനാടിന് 2000 കോടി രൂപ വേണം, ഒരു പാക്കേജ് വേണം. കേരളത്തിന് വരുമാനത്തിന് ഫെയർ ഷെയറിനകത്ത് കുറവ് വരുന്നത് കൊണ്ട് 24,000 കോടി രൂപയുടെ പാക്കേജ് വേണം. 24,000 ഇല്ല, ഞങ്ങൾ 12 തരുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 5000 തരുള്ളൂ എന്ന് പറയാലോ. മിണ്ടുന്നില്ല. ഇതിനെക്കുറിച്ച് കേരളത്തിൻ്റെ ധനമന്ത്രി എന്താ പറയുക? ഇതൊന്നും പരിഗണിച്ചില്ല എന്നല്ലേ പറയേണ്ടത് പത്രക്കാരുടെ? അത്തരമൊരു വാർത്താ സമ്മേളനത്തിൻ്റെ വാർത്തയെ, ഒരു പ്രസ് ബ്രീഫിങ്ങിനെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന ഹെഡിട്ട് കാർഡ് പ്രചരിപ്പിച്ച് ഒരു വാർത്ത ചെയ്യുന്നത് അതിൽ പരം അശ്ലീലം, അതിൽ പരം ഒരു വൃത്തികേട്, അതിനപ്പുറം ഞാനിവിടെ പറയുന്നില്ല. എന്തുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സിനിമയുടെ ഒരവസ്ഥ. ആരാണത് പറയുന്നത്? നെടുമുടി വേണു അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ്. സെനയിലായിട്ട് പറയുന്ന ഒരാളാണ്. പ്രായാധിക്യം മൂലം സ്വബോധത്തിൽ വർത്തമാനം പറയാൻ പറ്റാത്ത ഒരാൾ, അദ്ദേഹത്തിന് കിട്ടിയത് കാണാതെ അദ്ദേഹത്തിൻ്റെ തൃപ്തി
അളക്കാനാവാതെ പറയുന്ന സെനിലിറ്റിയിൽ നിന്നും വരുന്നൊരു വർത്തമാനമാണ് അല്ലേ. ഇവിടെ ഒന്നും കിട്ടിയില്ല, അതാണോ കേരളത്തിൻ്റെ ധനമന്ത്രി പറഞ്ഞത്? കേരള വിരുദ്ധതയുടെ അങ്ങേ അറ്റമാണ് മനോരമ ഇന്നലെ കാണിച്ചത്. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബാലഗോപാലിൻ്റെ വാർത്തയെ ചിത്രീകരിച്ചത്. കേരളത്തിന് കിട്ടിയത് തൃപ്തിയാവാഞ്ഞിട്ടാണോ പറയുന്നത്? കേരളം അളന്നല്ലേ പറയുന്നത്? മുണ്ടക്കൈ ചൂരൽമല 2000 കോടി രൂപ പാക്കേജ് അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയതൊന്നും പോരാതെ ഇങ്ങനെ അത്യാർത്ഥിയോടെ കേരളം നിൽക്കുന്നത് കൊണ്ടാണോ? എന്താണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മാധ്യമങ്ങൾ അതിൻ്റെ സകല സീമകളും ലംഘിച്ചുള്ള കേരള വിരുദ്ധതയുടെയും പ്രത്യേക രാഷ്ട്രീയ വിരോധത്തിൻ്റെയും അജണ്ടകളാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ക്ലാസിക് കേസ് സ്റ്റഡി ആയിട്ട് ഇന്നലത്തെ വാർത്ത മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ അന്വേഷണം വേണ്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ, അവർ പ്രകടമായി തന്നെ BJPയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളായിട്ട് മാറുന്നുണ്ട്. RSSൻ്റെ നിയന്ത്രണത്തിലായിട്ടുള്ള മാധ്യമങ്ങളായിട്ട് മാറുന്നുണ്ട്. മനോരമ പോലുള്ള മാധ്യമങ്ങൾ അവരുടെ ജനിതകമായിട്ടുള്ള സ്വഭാവം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. കേരളത്തിൽ സ്വാധീനമുള്ള, കേരളത്തിൽ ഭരിക്കുമ്പോൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളത്, ഭരിക്കാത്തപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, എനിക്ക് തോന്നുന്നു ഭരിക്കുമ്പോൾ ഉള്ളതുപോലെ തുല്യമായ ഒരു സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലാത്തപ്പോഴും കേരളത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പറയാവുന്നൊരു കാര്യമാണ് കേരളത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട്, സമീപനങ്ങൾക്ക് കാര്യമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പലതും റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. UDF സർക്കാർ, LDF സർക്കാർ എന്ന് മാറി മാറി വരും. ഡീസെൻട്രലൈസേഷൻ എന്താ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത്? ഡീസെൻട്രലൈസേഷൻ എന്തുകൊണ്ടാണ് സെൻട്രൽ ഇക്കണോമിക് സർവേ പ്രകീർത്തിക്കേണ്ടി വരുന്നത്? കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തമായ വികസന പന്ഥാവാണ് അത്. വിമോചന സമരകാലം മുതലുള്ള കഥ പരിശോധിച്ചാൽ അതിനെ ഒരു കാലത്തും പിന്തുണച്ചിട്ടുള്ള, ഒരു കാലത്തും പിന്താങ്ങിയിട്ടുള്ള പത്രമല്ല മനോരമ. ഇപ്പോഴാണെങ്കിലോ അവർക്ക് അവരുടെ ഗ്രൂപ്പിന് ഉള്ള വ്യവസായ താല്പര്യങ്ങളും ഇതുമെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മുട്ടടിച്ചുകൊണ്ട് BJPക്കും RSSനും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ റബ്ബർ കാട്ടലിൻ്റെ കാര്യം, ഞാനത് കാട് കയറിപ്പോകും എന്നുള്ളത് കൊണ്ട് പറയാത്തതാണ്. റബ്ബർ കാട്ടലിൻ്റെ കാര്യം, റബ്ബർ കാട്ടലിനകത്ത് MRFനുള്ള പങ്ക്, റബ്ബറിൻ്റെ, കേരളത്തിലെ റബ്ബർ കർഷകർ, മലയോര കർഷകർ, ഇവരുടെ ഏറ്റവും വലിയ വോയിസായിട്ട് എന്നും ഭാവിക്കാൻ ശ്രമിക്കുന്നൊരു പത്രമല്ലേ മനോരമ. പക്ഷെ മനോരമ എന്താണ് കേരളത്തിലെ റബ്ബർ കർഷകരോട് ചെയ്യുന്നത്? ഇതുപോലെ കേരള വിരുദ്ധത എന്ന് പറയുന്നത് തലയ്ക്ക് പിടിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഈ രാഷ്ട്രീയ വിധേയത്വം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ കേരളം യൂണിയൻ ഷെയർ ചോദിക്കുന്നത് എന്തോ ഔദാര്യമായിട്ടാണ് എന്നുള്ള ഒരു നെറേറ്റീവിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം എന്ന് പറയുന്നതിന് തുല്യമാണ്. അതാണല്ലോ സുരേഷ് ഗോപി പറയണം, നിങ്ങൾ ചിലവാക്കും എന്ന് പറയുന്നത്. അതാണല്ലോ നിങ്ങൾ ദുർബലാവസ്ഥയിലാണെന്ന് തെളിയിക്കൂ എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കപ്പെടുന്നത് ഫെയർ ഷെയറാണ് എന്നത് പൊതുജന ചർച്ചയ്ക്ക് കൊണ്ടുവരാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറാകുന്നതേയില്ല. അവരിത് വളരെ സ്വാഭാവികമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ CMDRFൽ അത് ഈ 2000 കോടി രൂപ ഉണ്ടോ എന്നുള്ളത് വേറെ പരിശോധിക്കാം. 2000 കോടി രൂപ അല്ലെങ്കിൽ 3000 കോടി രൂപ വരുന്ന പുനരധിവാസ ചെലവഴിക്കാൻ ഉണ്ടോ? പക്ഷേ ഏതൊരു സംസ്ഥാനത്തിനും, ആന്ധ്രാപ്രദേശിന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് 3500 കോടി രൂപ മെമ്മോറാണ്ടം കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കാം, കേരളത്തിന് തരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ എന്താ കണ്ടമാനം? ഇതെല്ലാം കേരളത്തിലെ ആളുകൾ തന്നെ നോക്കിക്കൊള്ളണം എന്നുള്ളതാണോ? കേരളത്തിലെ ആളുകൾ തന്നെ നോക്കിക്കൊള്ളണം എന്നുള്ളതാണോ? കേരളത്തിന് ആ ഒരു ഫെയർ ഷെയറിൻ്റെ അവകാശമില്ലേ? ചോദിക്കുന്നത് എന്താണ്? നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് യൂണിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ദുർബലാവസ്ഥയെ പരിശോധിച്ചല്ല, മറിച്ച് നമ്മളുടെ ആവശ്യവും റവന്യൂ റൈസിങ് ശേഷിയും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് അത് ബ്രിഡ്ജ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ അതൊന്നുമല്ല ഇവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. എന്താ പറയുക, ഈ മനോരമയുടെ ഒതുക്കത്തിൽ ഈ മനോരമ പ്രചരിപ്പിക്കുന്ന ആ ഹെഡിങ് ഉണ്ടല്ലോ, എന്താണ് ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന സാധനത്തിനകത്ത് കിടക്കുന്ന ആ ധാര മുഴുവൻ നമ്മൾ ഈ ഔദാര്യം ചോദിക്കുന്നു. ഔദാര്യമല്ല, നമ്മൾ നമ്മുടെ അവകാശം എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നേ? അത് വന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു?
10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.4% ഉണ്ടായിരുന്നത് 1.9 3.8% ഉണ്ടായിരുന്ന നമ്മുടെ ടാക്സ് ഷെയർ 1.9% കുറഞ്ഞില്ലേ? അതെന്താ? ദുർബലാവസ്ഥ കുറഞ്ഞതുകൊണ്ടാണ്. ദുർബലാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒറ്റപ്പട്ടം ചാർത്തി കൊടുക്കേണ്ട ഒരു താരതമ്യത്തിൻ്റെ ലോജിക്കല്ല. ഓരോ സംസ്ഥാനത്തും നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയാറില്ലേ, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയാറില്ലേ, ഡെവലപ്മെൻറ്റ് ട്രജക്ടറിയിനകത്തും ഡൈവേഴ്സിറ്റി ഉണ്ട്, വികസന പന്ഥാവിനകത്തും വൈജാത്യമുണ്ട്. കേരളത്തിലെ വികസന വൈജാത്യം എന്ന് പറയുന്നത് എന്താ? 76-77 വയസ്സ് വരെ ശരാശരി ജീവിക്കുന്ന മനുഷ്യരും അവരുടെ രോഗഭാരവും ആ രോഗഭാരത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള പുതിയ ബാധ്യതകളുമാണ് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ട്രജക്ടറി. അപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ദുർബലതയല്ല കേരളത്തിലുള്ളത്, മറിച്ച് ഈ പുതിയ രോഗഭാരത്തെ അഡ്രസ്സ് ചെയ്യുന്നതിലുള്ള ദുർബലതയാണുള്ളത്. അപ്പോൾ അങ്ങനെ മാറിയ കേരളത്തിൻ്റെ പുതുതലമുറ പ്രശ്നങ്ങളെ ഒന്നും മനസ്സിലായി. ഇപ്പം മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒരു വലിയ സംഗതിയാണ്. കേരളത്തിന് ഇത് അഡ്രസ്സ് ചെയ്യാൻ പൈസ ഉണ്ട്. ഇതൊരു പുതിയ പ്രശ്നമല്ലേ? അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ മാറിയ സാഹചര്യങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ ഇതെന്തോ ഔദാര്യം ചോദിക്കുകയാണ് എന്ന് ഒരു ധ്വനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവത്തിനെടുത്ത് ചെലവഴിച്ചോളൂ എന്ന് പറയുന്നത്. ഇവത്തിനെടുത്ത് ചെലവഴിച്ചോളൂ എന്നുള്ളത് ഈ RSSകാർ ഈ വ്യാഖ്യാനം നടത്തുന്നത് മനസ്സിലാക്കേണ്ടത്, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ആരുടെയും തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരാനല്ല പറയണത്. കേരളത്തിൽ നിന്ന് പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് യൂണിയൻ ടാക്സ് ആയിട്ട് പിരിച്ചുകൊണ്ട് പോകുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. എല്ലാം കൂടി നമുക്ക് 35,000 കോടി രൂപ തിരിച്ചു തരുന്നില്ല, അല്ലെ 40,000 കോടി രൂപ. UPക്ക് 120 രൂപ കൊടുക്കണ്ടല്ലോ, ബീഹാറിന് 160 രൂപ കൊടുക്കണ്ടല്ലോ, 100 രൂപ പിരിച്ച. അവർക്ക് കൊടുക്കേണ്ടെന്നല്ല, അതെടുത്ത് തരണമെന്നുമല്ല, പക്ഷേ നമുക്ക് ഫെയർ ഷെയർ വേണം. ആ ഫെയർ ഷെയർ ചോദിക്കുന്നതിനുള്ള രാഷ്ട്രീയം ഉയർന്നു വരിക തന്നെ വേണം. അത് എന്തെങ്കിലും ഫെഡറൽ സത്തയ്ക്കെതിരായിട്ടുള്ള സമരമല്ല, മറിച്ച് അനീതിക്കെതിരായിട്ടുള്ള സമരമാണ്. പറയേണ്ട ഉത്തരം ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിൻ്റെ അടക്കമൊരു ഷെയറാണ്. അതിനെ മുഴുവൻ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് പട്ടിണിയുള്ള സ്ഥലത്ത് കുറച്ച് കൊടുത്തോളൂ, പക്ഷേ ഞങ്ങളുടെ ഫെയർ ഷെയർ നിങ്ങൾ ദുരന്തമുണ്ടായ മണ്ണിനടിപ്പെട്ട് ചത്തുപോയി കഴിഞ്ഞാൽ, ഇടിവെട്ടി ചത്തു കഴിഞ്ഞാലും അപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങളല്ല, കേരളമല്ല, നിങ്ങൾ പറയുന്നത്. അതാണോ RSSൻ്റെ മതം? അതാണോ RSSൻ്റെ ഭാഷ്യം? അത് ഫെഡറൽ വിരുദ്ധതയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധതയാണ്, കേരള വിരുദ്ധതയാണെന്ന് മാത്രമല്ല ഫെഡറൽ വിരുദ്ധതയാണ്. നമുക്ക് നികുതി സ്വാതന്ത്ര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു സമയമാണല്ലോ ഈ GST പീരീഡ്. അപ്പോൾ നമ്മൾ പല ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് 24-25% നികുതി ഏർപ്പെടുത്തും. പക്ഷേ എസെൻഷ്യൽ ഗുഡ്സിന് നമ്മൾ നികുതി ഏർപ്പെടുത്തത്തില്ല, അല്ലെങ്കിൽ അത് കുറയ്ക്കും. അങ്ങനെ ഈ പഴംപൊരിക്കൊന്നും നമ്മൾ നികുതി ഏർപ്പെടുത്താത്തതിൻ്റെ കാര്യം ഇതാണ്. പക്ഷേ അവർക്ക് പഴംപൊരിക്ക് നികുതി ഏർപ്പെടുത്തുന്നതും സൂപ്പർ റിച്ച്, അതായത് ഈ പറയുന്ന ക്ലാസ് വാങ്ങുന്ന സാധനങ്ങൾക്കുള്ള നികുതി ഏർപ്പെടുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? നികുതി വരുമാനം എന്ന് പറയുന്നത്, സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വരുമാനം കുറയുന്ന തരത്തിൽ ഏകപക്ഷീയമായ റിഡക്ഷനുകൾ GSTയിൽ പല സ്ഥലത്തും വരുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരെലക്ഷൻ വരുമ്പോൾ അവിടെ കുറേ താത്തും. എന്നാൽ ഇമാതിരി സാധാരണക്കാരെ ബാധിക്കുന്ന സാധനങ്ങളുടെ അകത്ത് കുറയ്ക്കില്ല. ഉണ്ടംപുരിക്ക് നികുതി, പഴംപുരിക്ക് നികുതി എന്നുള്ള തരത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇറാഷണാലിറ്റി എന്നാണ് ഇതിന് പറയുക. ഒരു തരത്തിലുള്ള ഇറാഷണലായിട്ടുള്ള സ്വഭാവമാണ് ഇത്. ഒരു രാജ്യം ഒരു നികുതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു വിപണി എന്നെല്ലാമുള്ള മുദ്രാവാക്യങ്ങൾ കേട്ട മാത്രയിൽ എന്തോ വലിയ ദേശീയ പ്രചോദിതമായ സംഗതിയാണ് എന്ന് തോന്നുമെങ്കിലും അത് ഇന്ത്യയുടെ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്നതോ ആ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങളെ ഫാക്ടർ ചെയ്യുന്നതോ അല്ല. അത് ഏകപക്ഷീയമായ ഒരു ഫാസിസ്റ്റ് മുദ്രാവാക്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നികുതിയുടെ ഈ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ അത് എൻഗേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരളം എന്തുകൊണ്ടാണ് GST വേണ്ടാന്ന് വെക്കുന്നത്? ഭരണഘടനാ ഭേദഗതി വന്നാൽ കേരളത്തിന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനകത്തുള്ള ശരിയല്ലായ്മകൾ നമ്മൾ പറയേണ്ടി വരും, പറഞ്ഞു പോകേണ്ടി വരത്തില്ലേ? ഇനി ഇതുണ്ടാവാൻ പാടില്ല, ഇത് പക്ഷെ പരിഹരിക്കാനല്ല അവർ നോക്കുന്നത്. ഇതുപോലെ തലതിരിഞ്ഞ സ്ക്രൂഡായിട്ടുള്ള ഒരു പ്രയോറിറ്റീസാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ചെയ്യുന്നത് ഇലക്ഷനെ വെച്ചിട്ടായിരിക്കും. പക്ഷെ വരുമാനമുണ്ട് എന്നൊരു ഹെഡ് എഴുതുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണിത്?
അല്ലല്ലോ, അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തൊഴിലുറപ്പിനകത്ത് 2021 ഉണ്ടായ ആവറേജ് തൊഴിൽ എന്താ പറയുക, തൊഴിൽ ദിനങ്ങൾ 390 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു. ഈ വർഷം എത്രയൊക്കെയെന്നറിയാമോ? 220 കോടി തൊഴിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? 390 കോടി തൊഴിൽ ദിനങ്ങൾ 2021 ഉണ്ടായ സ്ഥാനത്ത് 2024-25 ഈ 25 മാർച്ച് ആകുമ്പോൾ ഈ സാമ്പത്തിക വർഷം, നടപ്പ് സാമ്പത്തിക വർഷം ഉണ്ടാകുമ്പോഴത് 220 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. കുറവ് എത്രയാണ്? 400-ന്ന് 220, 180 കോടി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ്. അതാണ് ഈ അലോക്കേഷന് വരുന്ന വ്യത്യാസം. നിങ്ങൾ ആരുടെ ആനന്ദത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? അതോ ഇന്ത്യ 8.2% വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ പിക്കറ്റിയുടെ റിപ്പോർട്ടും കൂടിയുണ്ട്, വരുമാനത്തിനകത്തും വെൽത്തിനകത്തും ഈ അസമത്വം വർദ്ധിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുന്ന ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ് ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കാതെയുള്ള പ്രചരണ കോലാഹലങ്ങളിലാണ് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്.